ടീനാസ് സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അതിവിടെ ബാംഗ്ലൂരിലൊക്കെ ദൊണ്ണെ ബിരിയാണി എന്നാണ് അതിന് പറയുക. ചിലയിടത്ത് മിലിറ്ററി ബിരിയാണി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതെന്താ ഇങ്ങനെ ഇടുന്നതെന്ന് വിചാരിക്കേണ്ട, കാരണം നമ്മളിതെല്ലാം കൂടെ അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പീസസ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഒത്തിരി വലിയ പീസസ് അല്ല, ഒരു മീഡിയം സൈസ്ഡ് പീസസ് ആയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഏലക്ക, കരയാമ്പൂ, പട്ട, പിന്നെ കുറച്ച് പെരുംജീരകം, നല്ല ജീരകം, ഇത്രയും സാധനങ്ങൾ നമ്മളിതൊന്ന് ഇതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൽ ബേ ലീവ്സ് മാത്രം നമ്മൾ ചോറ് വേവിക്കുമ്പോൾ മാത്രമാണ്, അത് ബിരിയാണി ചോറ് വേവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആദ്യം മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അതിലോട്ട് ഇനി നമുക്ക് ഇടേണ്ടത് പച്ചമുളകും നമ്മുടെ ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ ഇട്ടിരിക്കുന്നത് അതൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് ഓപ്ഷണലാണ്, അല്ലാതെ നമുക്കൊരു 3 സവാള ആണെങ്കിലും മതിയാവും. അപ്പം നമ്മൾ ഇതിലോട്ട് മെയിൻ എരിക്കുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ചമുളക് തന്നെയാണ്. അപ്പം ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമുക്കിത് ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും നമ്മുടെ പുതിനയുടെ ഇലയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റും കൂടും, അതിനൊപ്പം കളറും കൂടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് സവാളയൊക്കെ ഒന്ന് സെമി കുക്ക്ഡ് ആവുന്നവരേക്കും നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കണം. മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് ഇറച്ചിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ഒഴിവാക്കുകയാണ്. അപ്പം നമുക്ക് ഈ മസാലയൊന്ന് ആദ്യം മാറ്റി വയ്ക്കാം, ചൂടാറട്ടെ. അതേ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ. ഇതിൽ എണ്ണയ്ക്ക് കോംപ്രമൈസ് ഇല്ല കേട്ടോ, കാരണം നമുക്ക് നന്നായിട്ട് എണ്ണ യൂസ് ചെയ്താലേ ഇതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇതിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. 1 കിലോ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന്, ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ ഞാൻ എണ്ണയിലിട്ട് ഡയറക്റ്റ്ലി ഒന്ന് ആദ്യം ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് ഇനി നമുക്ക് ഈ മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുമാണ്. അപ്പോൾ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇറച്ചിയൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഇറച്ചിയിലോട്ടൊരു ഇച്ചിരി എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻ മസാല നമ്മൾ നേരത്തെ ചെയ്ത സവാളയുടെ തന്നെയാണ്. അപ്പോൾ ഇറച്ചി അവിടെ കുറച്ചൊന്ന് ആ പാനിൽ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഈ മസാല ഒന്ന് അരച്ചെടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് ഇറച്ചി വേവിക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് വേഗം അരച്ചെടുക്കാം. ഇച്ചിരി ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ആദ്യം ഇറച്ചിയിലോട്ട് ആഡ് ചെയ്തിട്ടാണ് ഇറച്ചി വേവിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഗരം മസാലയുടെ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഗരം മസാല ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പും ലേശം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ മതിയാവും ഇറച്ചി വേവാൻ. അപ്പോൾ നമുക്ക് ഇറച്ചി വെന്തതിന് ശേഷം ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ബിരിയാണിക്കുള്ള അരി ഒന്ന് കഴുകി ഒരു 20 മിനിറ്റെങ്കിലും നമുക്കൊന്ന് കുതിർത്ത് വെക്കണം.
ഇറച്ചി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇറച്ചി ഒന്ന് സെപ്പറേറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. വെള്ളം നമുക്ക് മാറ്റി അതും കൂടെ അളന്നിട്ട് വേണം നമുക്ക് ബിരിയാണി അരി വേവിക്കാൻ. അപ്പോൾ ഞാൻ ഇറച്ചി ആദ്യം മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ സ്റ്റോക്കും ബാക്കി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ അരി വേവിക്കാനായിട്ട് വേറൊരു പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ വലിയ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ബേ ലീഫ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഞാൻ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചി നന്നായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോൾ, നെയ്യിലും കൂടെ കിടന്ന് റോസ്റ്റ് ആകുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ടൊന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മസാലയും കൂടെ ആഡ് ചെയ്യുകയാണ്. മസാല നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. അരച്ചത് ഫുള്ള് ചേർക്കണമെന്നില്ല. അപ്പം നമുക്ക് എക്സ്ട്രാ വരുവാണെങ്കിൽ നമുക്കത് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അരിയും കൂടെ ചേർത്തു. ഞാൻ 4 കപ്പ് അരിയാണ് എടുത്തത്. അപ്പം ഞാനിവിടെ ഇതിനൊരു ബുള്ളറ്റ് റൈസ് എന്നാണ് അതിന് പറയുക. അപ്പം ഞാൻ 4 കപ്പാണ് ബുള്ളറ്റ് റൈസ് എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ അതിനൊരു 6 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റോക്ക് യൂസ് ചെയ്തു. പിന്നെ മസാല അരച്ച മിക്സിയുടെ കപ്പിലത്തെ കുറച്ച് വെള്ളവും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 കപ്പ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഉപ്പ് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. ഞാനൊരു ലേശം കൂടെ ഉപ്പ് ഇടുകയാണ്, കാരണം ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് വെയിറ്റ് ഇട്ട് 3 വിസിലിനാണ് നമ്മളിത് വയ്ക്കുന്നത്. കറക്റ്റ് 3 വിസിലാവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചോറൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ പതുക്കെ ഇളക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്ത് നല്ല സാലഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ള് കണ്ട് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്ത് ആ ബെല്ലും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ടീന സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് ടീനാസ് സ്വന്തം അടുക്കള.